യുവാവിനെ പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. കൊട്ടേക്കാട് ചെമ്മങ്ങാട് സുധീഷിനെയാണ് കൽമണ്ഡപം പനങ്കളത്തെ പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6ഓടെ പ്രദേശവാസികളാണ് പാടത്ത് വീണുകിടക്കുകയായിരുന്ന ഇയാളെ കണ്ടെത്തിയത്. വാർഡ് മെമ്പർ എ അബു താഹിറിന്റെ നേതൃത്വത്തിലുള്ള നാട്ടുകാർ വിവരം നൽകിയതിനെ തുടർന്ന് കസബ പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി. ചെളിവെള്ളം കെട്ടിനിന്ന പാടത്ത് നിന്ന് ഇയാളെ പുറത്തെത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. മന്തക്കാട്ടെ ഹോട്ടലിൽ പാചക തൊഴിലാളിയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ശാരീരിക ബുദ്ധിമുട്ടിനെ തുടർന്നാണ് ഇയാൾ ഹോട്ടലിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയത്. പനങ്കളത്തെത്തി വിശ്രമിക്കുമ്പോൾ അപസ്മാരം വന്നു കുഴഞ്ഞു പാടത്തേക്ക് വീണതാകാമെന്നാണ് പോലീസ് നിഗമനം. കനത്ത മഴയുണ്ടായിരുന്നതിനാൽ പ്രദേശത്ത് ആരും ഉണ്ടായിരുന്നില്ല. സ്ഥലത്തു നിന്നും സുധീഷിന്റെ ബൈക്കും കണ്ടെത്തിയിട്ടുണ്ട്. മറ്റു ദുരൂഹതകളില്ലെന്ന് കസബ പോലീസ് അറിയിച്ചു. മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ. എന്താണ് ഈ സംഭവം എന്ന് മനസ്സിലാക്കുന്നത്? വൈകുന്നേരം 5:30യോടെയാണ് ഇവിടെ കുട്ടികൾ സൈക്കിളിൽ കളിക്കാൻ വന്ന കുട്ടികൾ ഈ സംഭവം കണ്ടിട്ട് എൻ്റെ വീട് തൊട്ടപ്പുറത്ത് തന്നെയാണ് പനങ്കളത്ത്. അവിടെ വന്ന് എന്നെ വിവരം അറിയിച്ചു. ഞാൻ അപ്പോൾ തന്നെ വന്ന് നോക്കുമ്പോൾ ഒരു ബൈക്കും പിന്നെ അപ്പുറത്ത് ആ പാടത്ത് ഇങ്ങനെ ഒരു ബോഡി കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ കസബ സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. പക്ഷേ ആളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ നേരായിട്ട് കഴിഞ്ഞിട്ടില്ല. ബൈക്കിൻ്റെ നമ്പർ പരിശോധിച്ച് മറ്റേ പോലീസ് ഓഫീസർമാർ അവരെ ബന്ധപ്പെട്ട ആൾക്കാരെ അറിയിക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ബോഡി ഏകദേശം റിക്കവർ ചെയ്തു. ഇവിടുന്ന് ഇപ്പോൾ നേരെ പോസ്റ്റ്മോർട്ടത്തിന് ബാക്കിയുള്ള നടപടികൾക്ക് വേണ്ടി. സ്ഥിരമായ ആളുകൾ മദ്യപിക്കുന്ന സ്ഥലമാണോ? സ്ഥിരമായ ആൾക്കാർ ഇവിടെ മദ്യപിക്കുന്ന സ്ഥലമാണ്. പലതവണ ഇതുമായി ബന്ധപ്പെട്ട് കസബ പോലീസ് സ്റ്റേഷനിലേക്കും സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്കും നിരവധി കംപ്ലൈൻറ്റുകൾ പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.